ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റീവ് ഔ. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ആളുകൾ നേരിടുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ്. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യണമെന്ന് വിചാരിക്കും, പക്ഷേ അത് ചെയ്യാതെ അത് നമ്മളിങ്ങനെ നീട്ടി വെച്ച് പോവും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നാളെ മുതൽ തുടങ്ങാം, അല്ലെങ്കിൽ മറ്റന്നാളാവട്ടെ, അല്ലെങ്കിൽ ഇനി നല്ലൊരു ദിവസം നോക്കിയിട്ട് ഇനിയിപ്പം നമുക്ക് തിങ്കളാഴ്ച തുടങ്ങാം എന്നൊക്കെ വിചാരിച്ച് നമ്മളങ്ങനെ നീട്ടി വെക്കും. പക്ഷേ പിന്നീട് നമ്മൾ പോലും അറിയാതെ കൊല്ലങ്ങൾ കഴിയും. 2 കൊല്ലം 3 കൊല്ലം ഇങ്ങനെ കുറേ കാലം കഴിയും, നമ്മളത് ഇതുവരെ തുടങ്ങിയിട്ടുണ്ടാവില്ല. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഇപ്പം നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്യണമെന്ന് വിചാരിക്കും കേട്ടോ. നമ്മുടെ ബോഡി ഭയങ്കര ഫിറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വെച്ചിട്ട് നമ്മൾ ഇപ്പം നാളെ തുടങ്ങാം, നാളെ മുതൽ ചെയ്തു തുടങ്ങാം. മടിയായിരിക്കും പൊതുവേ, പക്ഷെ എന്നാലും അത് വിചാരിച്ചിട്ട് നാളെ ചെയ്യാം അല്ലെങ്കിൽ മറ്റന്നാൾ അങ്ങനെ പറഞ്ഞാൽ അതും നീണ്ടുപോകും. വേറൊരു എക്സാമ്പിൾ ഉണ്ട്. നമ്മൾ എക്സാം ടൈമിലൊക്കെ നമുക്ക് സ്റ്റഡി ലീവ് കിട്ടും. സ്റ്റഡി ലീവ് കിട്ടുമ്പോൾ ഇതേപോലെയാണ്, പഠിക്കണം, അപ്പം നല്ലൊരു ദിവസം നോക്കി തുടങ്ങാം അല്ലെങ്കിൽ നാളെ തുടങ്ങാം. എന്നിട്ട് ഇതൊന്നും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, നമുക്കുള്ള പോർഷൻസ് ഒന്നും തീരില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മളെല്ലാവരും എത്താറുണ്ട്. അപ്പം നിങ്ങൾ അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് നേടണം അല്ലെങ്കിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളതൊന്ന് സ്റ്റാർട്ട് ചെയ്യുക, തുടങ്ങി വെക്കുക. അല്ലാതെ അത് മനസ്സിൽ കൊണ്ടു നടന്ന് നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം നമ്മുടെ മനസ്സിൽ കൊണ്ടു നടന്നു എന്ന് വെച്ചിട്ട് അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അങ്ങനെ കൊണ്ടു നടന്നിട്ട് ഒരു കാര്യവും ഇല്ല. അപ്പം അങ്ങനെ ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഇപ്പം ചില ആളുകൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ടാവും, പക്ഷെ അവർ ഉള്ളിൽ അതൊന്ന് ചെയ്യുകയാണെങ്കിൽ എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം, അല്ലാതെ വെറുതെ അങ്ങ് ചെയ്ത് പോയാൽ പോരാ എന്നൊക്കെ കരുതുന്ന ആളുകളുണ്ടാവും. അപ്പം അവർ ആ ഒരു ടൈം ആവട്ടെ, അല്ലെങ്കിൽ എല്ലാം ഒന്ന് സെറ്റായി ഒക്കെ ഒന്ന് റെഡി ആവട്ടെ എന്നിട്ട് തുടങ്ങാം എന്നൊക്കെ വിചാരിച്ച് കുറേ ടൈം അങ്ങോട്ട് വേസ്റ്റ് ചെയ്യും. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, ഇങ്ങനെ എല്ലാം കൂടി ഒത്തുവരുന്ന ഒരു സമയം ശരിക്കും ഉണ്ടാവില്ല. അതായത് ഇപ്പം നമുക്ക് ഒരു പെർഫെക്ഷൻ എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ വെയിറ്റ് ചെയ്യും, അത് ഉണ്ടായിട്ടേ ചെയ്യുള്ളൂ, അത് ഉണ്ടാവണം എനിക്ക്, അങ്ങനെ ആലോചിച്ചിട്ട്. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്ഷൻ എന്ന് പറഞ്ഞൊരു സ്റ്റേജ് ഇല്ല. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അത് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ആ ഒരു ടോപ്പ് ലെവലിൽ നമ്മൾ എത്തിയാലും നമുക്ക് അതാണ് എൻഡ്, അതാണ് അവസാനം എന്നൊന്നുമില്ല. അപ്പോൾ ഇമ്പ്രൂവ് ചെയ്ത് നമുക്കത് കൂടുതൽ ബെറ്റർ ആക്കാം എന്നുള്ളൊരു ഓപ്ഷനേ ഉള്ളൂ. ഏത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിലും അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് എങ്ങനെയായിരിക്കും എൻഡ് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെ അവസാനിക്കും എന്നുള്ളൊരു ധാരണ ആർക്കും ഉണ്ടാവില്ല. എത്ര സക്സസ്ഫുൾ ആയിട്ടുള്ള ആളാണെങ്കിലും മുൻകൂട്ടി ഇങ്ങനെയൊക്കെ സംഭവിക്കാമെന്ന് കണ്ടിട്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ, എന്നിട്ട് നമ്മൾ ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ കഴിയുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ തെളിഞ്ഞു വരും ഇതൊക്കെയാണ് വഴി എന്നൊക്കെ. അതിനൊരു എക്സാമ്പിൾ ഉണ്ട്. ഇപ്പം നമ്മൾ ദൂരെ എവിടേക്കെങ്കിലും ഒന്ന് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യാണ്. അപ്പോൾ നമുക്ക് നിർബന്ധമായിട്ട് അവിടെ എത്തണം എന്നൊരു സിറ്റുവേഷനാണ്. അപ്പോൾ നമുക്ക് അറിയില്ല ആ സ്ഥലം എങ്ങനെയാണ് പോകേണ്ടത് എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ നമ്മളിനി ബസ്സിലൊക്കെ പോവുകയാണെങ്കിൽ കറക്റ്റ് സ്റ്റോപ്പിൽ അവർ കൊണ്ടെത്തിക്കും. പിന്നീട് നമ്മൾ അവിടെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിച്ചു പോകേണ്ടി വരും. ഇനി അതല്ല, സ്വന്തമായിട്ട് കാറോ ബൈക്കോ അങ്ങനെയുള്ളവരാണെങ്കിൽ അതെടുത്ത് പോകും. അപ്പോൾ നമുക്ക് സ്ഥലമൊന്നും അറിയില്ലെങ്കിൽ നമ്മൾ ആരോടെങ്കിലും ചോദിക്കും. അങ്ങനെ നമ്മൾ ചെയ്തു നോക്കിയാലേ നമുക്ക് അങ്ങനെ എത്താൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പോൾ നിർബന്ധമായിട്ട് പോകേണ്ട സ്ഥലത്ത് എനിക്ക് അവിടേക്ക് പോകേണ്ട വഴി അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യാണ്ടിരിക്കുമോ? ഇല്ലല്ലോ, നമ്മളത് ആരോടെങ്കിലും ചോദിച്ച് ചെയ്യും. അതുപോലെ തന്നെയാണ് ഈ കാര്യം. എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അതാദ്യം അങ്ങ് ചെയ്തു തുടങ്ങുക. നിങ്ങളുടെ വഴി കണ്ടെത്താൻ നിങ്ങൾക്കേ പറ്റുള്ളൂ. മറ്റുള്ളവർക്കാണെങ്കിൽ പറയാൻ പറ്റും, അല്ലെങ്കിൽ വല്ല ടിപ്സോ അല്ലെങ്കിൽ ഇനി ഗൈഡൻസ് ഇതൊക്കെ അവർക്ക് തരാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങളുടെ കാര്യം എങ്ങനെ വേണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങൾ ചെയ്തു തുടങ്ങുക. ഇനി നിങ്ങൾ ഇതേപോലെ എന്തെങ്കിലും ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ അതിൽ ഇനി ആദ്യം ഒരു മിസ്റ്റേക്ക് ഉണ്ടാവുകയാണെങ്കിൽ അതോടെ അവിടെ നിർത്താതെ വേറൊരു മെത്തേഡ് അപ്ലൈ ചെയ്തിട്ട് അത് ചെയ്തു വെക്കുക. ചിലപ്പോൾ അത് ഇനി അങ്ങോട്ട് ചിലപ്പോൾ സക്സസ് ആവും. സോ അങ്ങനെ ഒരു ശീലം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഈ ഒരു ശീലം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇനി മറ്റൊരു കാര്യമാണ് തോൽവിയെ ഭയക്കാതിരിക്കുക എന്നുള്ളത്. അതായത് ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നിർത്തേണ്ടി വരുമോ അല്ലെങ്കിൽ പകുതി വെച്ച് നിന്നു പോവുമോ എന്നുള്ളൊക്കെ ഒരു ഭയം ഉണ്ടാവും നിങ്ങളുടെ ഉള്ളിൽ. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമില്ല. അപ്പം എല്ലാവർക്കും ഉണ്ടായിരിക്കുക ഭയം തോന്നാൻ കാരണം അങ്ങനെ വല്ലതും നിന്നു പോയി കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മളെ പരിഹസിക്കില്ലേ, അവരെന്ത് പറയും, അങ്ങനെയൊക്കെയുള്ള ചിന്ത ഉണ്ടാവും. ഇനിയിപ്പോൾ അവർ പറയുകയാണെങ്കിൽ അവരങ്ങ് പറഞ്ഞോട്ടെ. അതിപ്പോൾ നിങ്ങളുടെ അത്രയും അടുത്തുള്ള ആരെങ്കിലുമൊക്കെ ആയിരിക്കും. അവർ പറയുകയാണെങ്കിൽ തന്നെ 1 or 2 ദിവസം പറയും, അല്ലാതെ എല്ലാ ദിവസവും അവരിത് ഓർത്തുകൊണ്ടിരിക്കുമോ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പരാജയം ഉണ്ടാവും. പരാജയം എന്ന് പറയുന്നത് വിജയത്തിൻ്റെ മുന്നോടിയാണ്. അപ്പം ആ ഒരു കാര്യം ഇപ്പോൾ എത്ര സക്സസ്ഫുൾ ആയിട്ടുള്ള ആളാണെങ്കിലും ആദ്യം ഒന്ന് പരാജയം അവർക്കും ഉണ്ടായിട്ടുണ്ടാവും. എന്നിട്ടേ അവരുടെ ആ ഒരു സക്സസ്സിലേക്ക് എത്തിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം ഭയന്നിട്ട് നിങ്ങളൊന്നും ചെയ്യാതിരിക്കരുത്, ചെയ്തു തുടങ്ങാം. പിന്നീടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടൈം. നിങ്ങൾ എന്തെങ്കിലും ചെയ്തു തുടങ്ങുകയാണെങ്കിൽ
ഇതിലും ബെറ്റർ ആയിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടൈം ഉണ്ടായിരുന്നു. അതായത് നിങ്ങൾ വിചാരിച്ചത് എപ്പോഴാണ് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ നിങ്ങളുടെ ആഗ്രഹം ഉള്ളിലുണ്ടായിട്ട് നിങ്ങൾ തുടങ്ങണം എന്ന് വിചാരിച്ച ആ ഒരു ടൈം ഉണ്ടല്ലോ, അതായത് ചിലപ്പോൾ കൊല്ലങ്ങൾ മുൻപാകാം, 2 കൊല്ലം 3 കൊല്ലം ഇതിനൊക്കെ മുമ്പായിരിക്കാം നിങ്ങൾ വിചാരിച്ചത്. പക്ഷേ ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ചെയ്യാൻ വിചാരിച്ചത് ഇന്ന് മുതലെങ്കിലും നിങ്ങൾ ചെയ്യാൻ നോക്കുക. ഇനി നിങ്ങൾ ഒരു കാര്യം, ഏത് കാര്യം ആയിക്കോട്ടെ, അത് നിങ്ങൾ ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ മറ്റൊരാൾക്കും അതിനെ നിങ്ങളെ തടയാൻ പറ്റില്ല. ആരെന്ത് വിചാരിച്ചാലും നിങ്ങൾ അതൊന്നും മാറില്ല എന്നുള്ളൊരു ഉറപ്പോടെ അല്ലെങ്കിൽ ആ ഒരു വിശ്വാസത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങാം. ഇന്ന് നിങ്ങൾക്ക് ഇങ്ങനെ പരിശ്രമിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നീട് അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞിട്ട് നിങ്ങൾ അത് ഓർത്ത് വിഷമിക്കും. അപ്പം നിങ്ങൾക്ക് തോന്നും, അയ്യോ ഞാൻ മുന്നേ വിചാരിച്ച ടൈമിൽ അത് ചെയ്തിരുന്നെങ്കിൽ അന്ന് ചെയ്താൽ മതിയായിരുന്നു എന്നൊക്കെയുള്ള തോന്നൽ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. ഇനിയിപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ സെയിം ഏജിൽ ആരെങ്കിലും അവർ പല കാര്യത്തിലും പലതും അവർ അച്ചീവ് ചെയ്ത് വരുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവും ഉള്ളിൽ. നിങ്ങളത് പുറത്തൊന്നും കാണിക്കില്ല, പക്ഷേ ഉള്ളിൽ വിഷമം ഉണ്ടായിരിക്കും. പക്ഷേ അവരുടെ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ അവർ ഒരുപാട് മുന്നേ അവർ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ പല കാര്യങ്ങൾക്കും റിസൾട്ട് വന്നത് ഇപ്പോഴായിരിക്കും. അങ്ങനെയായിരിക്കും ചിലപ്പോൾ. ഇപ്പം നമ്മൾ ഏതൊരു ഫീൽഡ് എടുത്തു നോക്കുകയാണെങ്കിലും ഭയങ്കര കോമ്പറ്റീഷനാണ് ഏതൊരു കാര്യത്തിലായാലും. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ടൈമിൽ നമ്മളത് സ്റ്റാർട്ട് ചെയ്യണം. അല്ലാതെ അത് മാറ്റി വെച്ച് പിന്നീട് നമ്മൾ അത് ആലോചിച്ച് വിഷമിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. സോ അതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഒന്നും ഇങ്ങനെ മാറ്റി വെക്കാതിരിക്കുക. പിന്നത്തേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് നീട്ടി വെക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് നടക്കില്ല. നമ്മൾ വിചാരിക്കും ചെയ്യാമെന്ന്, പക്ഷെ അത് നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റില്ല. നമ്മളത് മറന്നു പോകും, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര മടി വരും ഉള്ളിൽ. അങ്ങനെ നമ്മൾ ചെയ്യാണ്ട് അത് കുറേ കാലം കഴിഞ്ഞു പോകും, പിന്നെ അത് അങ്ങ് മറന്നു പോകും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ തോന്നലുള്ളവരാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ അതേപോലെ ചെയ്യാൻ നോക്കുക. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതേപോലെ ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ദിസ് ഈസ് മീ ഷോണ. ബൈ.